എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. പുറമേ നല്ല മൊരിഞ്ഞ് ഒരുപാട് ലെയറുകളൊക്കെ വന്നിട്ടുള്ള, ഉള്ളിലാണെങ്കിലും നല്ല സ്പൈസി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. ഇഫ്താറിലേക്കൊക്കെ ആണെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഇതുപോലെ ഈ ഒരു പാനിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി തീരെ ചെറിയതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ തിരെ പൊടിയായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരുപാടങ്ങ് വഴണ്ടി പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം നല്ല പോലെ തന്നെ നമുക്കൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാനാണ്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇതിലും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളുടെ ഒരു പച്ച ചുവയൊന്ന് മാറി വരുന്നിടം വരെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. പൊടികളുടെ ഒരു പച്ച ചുവയൊന്ന് മാറി വന്നാൽ ഇതൊരു 200 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കന് നന്നായിട്ട് ഞാൻ ഒന്ന് വേവിച്ചിട്ടെടുത്തിരിക്കുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഈ ഒരു ചിക്കൻ നമുക്ക് മിക്സഡ് ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയതായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരാം. അതൊന്ന് പൊടിഞ്ഞ് കിട്ടുന്ന ഒരു പരുവത്തിനൊന്ന് കറക്കി എടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ ചിക്കൻ ഒന്ന് പൊടിച്ചിട്ടെടുത്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റോളം നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ ഒരു വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് സമയം നന്നായിട്ട് തന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത ഈ ഒരു ചിക്കനിൽ ആ ഒരു മസാലയൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് റെഡിയായി കിട്ടണം. അപ്പോൾ ഒരു ചിക്കനിൽ നന്നായിട്ട് ഒരു മസാലയൊക്കെ പിടിച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതൊരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ. ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ എരിവൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു 1 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഫില്ലിങ്ങിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മളൊരു സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2 കപ്പ് അളവിൽ മൈദയാണ്. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ മൈദ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മൈദയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ അയമോദകമാണ്. പുറമേയുള്ള ഒരു ലെയറിനെയൊക്കെ സാധാരണ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് അയമോദകം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല മയത്തിൽ നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ നല്ല മയത്തിൽ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിലൊക്കെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ഇതിലേക്ക് ആക്കി കൊടുത്തിട്ട് നല്ല പോലെ തന്നെ കുഴച്ചിട്ടെടുത്താൽ മതി. ഇത് കണ്ടില്ല, ഈ ഒരു മാവ് നമ്മൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതിവിടെ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാവ് കുറച്ചും കൂടി നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു മാവ് ഒരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയിട്ടെടുക്കുക.
ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ ഇതിന് നമുക്ക് ഒരേ വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഒരു 4 എണ്ണമായിട്ടാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് എടുത്തിട്ട് ഒന്ന് റൗണ്ട് ആക്കി ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ 4 ബോൾസാക്കി ഞാനൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരെണ്ണം പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ളത് അടച്ച് തന്നെ വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ ആ ഒരു മാവിരുന്നങ്ങ് ഡ്രൈ ആയി പോവും. ഇനി ഒരു ചപ്പാത്തി പലകയിലേക്കോ അല്ലെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടിയൊന്ന് തൂക്കി കൊടുക്കുക. ഒരുപാട് ഓവറായിട്ട് നമ്മൾ പൊടി തൂകരുത്. കുറച്ച് പൊടി ഇതുപോലെ തൂകിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് പൊടി തൂക്കിക്കൊടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിൽ നമ്മളൊന്ന് പരത്തിയിട്ടെടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 3 ബോൾസും ഒന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഒരു 4 ബോൾസും ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ്. ഈ ഒരു നെയ്യിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ പരത്തിയെടുത്തിരിക്കുന്ന ആ ഒരു 4 ഷീറ്റിൽ ഒരെണ്ണം ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലോറിൻ്റെയും നെയ്യുടെയൊക്കെ ഒരു മിക്സില്ലേ, ആ ഒരു മിക്സ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. അപ്പം നെയ്യുടെ ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ലെയറും കൂടി നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് വിരിച്ചു കൊടുക്കാം. ആദ്യത്തേതിലും സൈഡ് ഒരുപാടങ്ങ് നീണ്ട് കിടപ്പുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ. അപ്പോൾ രണ്ടാമത്തെ ഒരു ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു നെയ്യുടെ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. ഇതുപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പരത്തിയെടുത്തിരിക്കുന്ന ഒരു 4 ഷീറ്റും ഈ ഒരു രീതിക്ക് തന്നെ വെച്ച് കൊടുക്കുക. ഇത് 4ാമത്തെ ഒരു ഷീറ്റാണ്. ഇത് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു നെയ്യുടെയും കോൺഫ്ലോറിൻ്റെ മിക്സ് നല്ലപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു അറ്റം പിടിച്ചിട്ട് അത്യാവശ്യം ടൈറ്റാക്കി തന്നെ ഇതുപോലെ ഒന്ന് മടക്കി കൊണ്ടുവരിക. അപ്പോൾ ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഈ ഒരു 2 അറ്റവും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ആ ഒരു 2 സൈഡും ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഏകദേശം ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഇത് മുഴുവനും. അപ്പോൾ ഇതുപോലെ ഫുള്ള് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ നല്ല പോലെ തന്നെ ഒരുപാട് ലെയറുകൾ വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഇത് ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മുടെ ഒരു കൈയുടെ അറ്റം പിടിച്ചിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ലെയറുകൾ സെൻറ്റർ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ കൈ കൊണ്ട് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. ഇതുപോലെ നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ലെയറുകൾ ഒരുപാട് കാണുന്ന ഒരു ഭാഗത്തായിരിക്കരുത് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. ആ ഒരു ഭാഗം പുറമേ വരേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മളൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് ആക്കിയിട്ടെടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ എല്ലാം തന്നെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. ഒരുപാടൊക്കെ തിളച്ച് കിടക്കുന്ന എണ്ണ വേണ്ട, ഒരു മീഡിയം ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് എണ്ണ ഇതുപോലെ നമ്മളൊന്ന് കോരി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു ലെയറുകൾ അങ്ങ് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടങ്ങ് തീ കൂട്ടി വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മൊരിച്ചിട്ടെടുക്കുക. ഇതിപ്പോൾ ഒരു ലെയറുകളൊക്കെ വന്ന് നന്നായിട്ട് തന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റാവുന്നതാണ്.
അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ശരിക്കും നമ്മൾ പപ്സൊക്കെ കഴിക്കുന്ന സമയത്ത് പപ്സിൻ്റെ മുകളിൽ ഒരുപാട് ലെയറുകളുണ്ടല്ലോ, അത്രയ്ക്കില്ലെങ്കിലും അത്യാവശ്യം നല്ല ലെയറുകൾ വന്നിട്ടുള്ള പുറമേ നല്ല മൊരിഞ്ഞിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. നല്ലൊരു ചൂടോട് കൂടിയിട്ട് നല്ല ക്രിസ്പി ആയിരിക്കുന്ന ഒരു പരുവത്തിന് തന്നെ നമ്മൾ കഴിക്കണം കേട്ടോ. എങ്കിലും മാത്രം ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ശരിക്കും ഒരു ലെയർഡ് ചിക്കൻ സമൂസ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇഫ്താറിനൊക്കെ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ പുത്തൻ വീഡിയോസൊക്കെ ഇടുമ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.